പീരുമേട് ഗ്രാമപഞ്ചായത്തിന് 36 കോടിയുടെ കരട് ബജറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി രമേശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് രാജനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്തിന്റെ സമസ്ത മേഖലകളെയും പരിഗണിച്ചുള്ള കരട് ബജറ്റാണ് അവതരിപ്പിച്ചത്. 35,83,85,350 രൂപ വരവും 34,87,850 രൂപ ചിലവും 96,84,500 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് രാജനാണ് അവതരിപ്പിച്ചത്. 83,85,350 രൂപ വരവും 34,87,850 രൂപ ചെലവും 96,84,500 രൂപ നീക്കി ബാക്കിയുമാണ് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്മാർട്ട് സോഫ്റ്റ്വെയർ മുഖേനയാണ് രൂപകൽപ്പന ചെയ്തതാണ് ഈ ബഡ്ജറ്റ് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. സ്മാർട്ടിലൂടെ ബഡ്ജറ്റ് ഭവന നിർമ്മാണ മേഖലയ്ക്ക് 41,50,000 രൂപ വകയിരുത്തി. 2018 മുതൽ നടപ്പിലാക്കി വരുന്ന സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതി 875 പേർക്ക് ധനസഹായം നൽകി കഴിഞ്ഞു. മാലിന്യ സംസ്കരണം മേഖലയ്ക്ക് 50 ലക്ഷം വകയിരുത്തി. കൃഷി, മൃഗസംരക്ഷണം ഉൾപ്പെടെയുള്ള ഉൽപാദന മേഖലയ്ക്കായി ബഡ്ജറ്റിൽ 90 ലക്ഷം രൂപ വകയിരുത്തി. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് 40 ലക്ഷം രൂപ വകയിരുത്തി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഭിന്നശേഷി വയോജനക്ഷേമം, ആശ്രയ പദ്ധതി ഉൾപ്പെടെ ദാരിദ്ര്യ ലഘൂകരണത്തിനായി 50 ലക്ഷം രൂപ വകയിരുത്തി. കുടിവെള്ള പദ്ധതികൾക്കായി 50 ലക്ഷം രൂപ വകയിരുത്തി. പശ്ചാത്തല മേഖലകൾക്ക് 2 കോടി രൂപ വകയിരുത്തി. ടൂറിസം, യുവജനക്ഷേമം, ചെറുകിട വ്യവസായം എന്നിവയ്ക്കായി 25 ലക്ഷം രൂപ വകയിരുത്തി. പീരുമേട് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ബഡ്ജറ്റ് അവതരണ യോഗം നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി രമേശ് അധ്യക്ഷയായിരുന്നു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.